പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ജൂൺ 25 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എവിടെയാണ് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ പോയി നിൽക്കണം. ചിലപ്പോൾ വീടിൻ്റെ അടിത്തറ ചെയ്തിട്ട് ഒന്നുമാകാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോൾ വീടിൻ്റെ സ്ഥലം ഉണ്ടാകും, വീട് പണിയാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കെട്ടിടങ്ങളായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതമാർഗത്തിന് പറ്റിയ കടകളാവലായിരിക്കും, ചിലപ്പോൾ കന്നുകാലിത്തൊഴുത്തായിരിക്കും. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ളത് അവിടെ നിങ്ങളുണ്ടാവണം. പിന്നെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കും. നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടമാണ് ഇങ്ങനെ ചെയ്യണത്. രേഖകളെല്ലാം കയ്യിലുണ്ടാകണം. അപ്പോൾ ഇന്ന് ഞാനത് പറയുകയാണ്, നാളെ അതെല്ലാം കയ്യിലുണ്ടാകില്ല. ആ സമയത്ത് ഓടിപ്പോയി എടുക്കണം, ശരിയല്ല. അപ്പോൾ രേഖകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന സമയമല്ലേ, പല ആൾക്കാരും അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ വിദേശ യാത്ര ഉള്ളവരുണ്ട്.
ചിലർ ഇൻ്റർവ്യൂ ഉള്ളവർ, VFSൻ്റെ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട്. ഇപ്പം ചില ആശുപത്രി പോകാൻ പോണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ ആശുപത്രി ചീട്ട് കയ്യിലുണ്ടാകണം. ചിലപ്പോൾ കീമോയോ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളില്ലേ, അതിലൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഒരു ദൈവത്തിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് എല്ലാം തീർന്നില്ലേ. പിന്നെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ പിന്നെ നമ്മളുടെ റിസ്ക് തീർന്ന് ദൈവം അത് വേണ്ട പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെക്കാളും ഷാർപ്പ് ഷൂട്ടായിട്ട് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. കൃപാസനത്തിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന അല്ലത്. അത് കൃപാസനം ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വർഗം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടുന്ന് കിട്ടുന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കത് ഉതകും. ഞങ്ങളൊക്കെ ബോധപൂർവം വളരെ അറിഞ്ഞുകൊണ്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പോലും ആൾക്കാരെ പ്രാർത്ഥിക്കണത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വാരിക്കെട്ടി പ്രാർത്ഥിക്കത്തില്ല. ജസ്റ്റ് ആ വിഷയം ദൈവസത്തയിൽപ്പെടുത്തും, അത്രയേ ഉള്ളൂ. എന്താ കാര്യം? ഇത്രയും 10-21 ലക്ഷം മനുഷ്യരെ ഈ 30-35 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കണമല്ലേ. കൂടാതെ മാതാവ് ജീവനോട് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് നമ്മൾക്ക് അങ്ങനെ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കർത്താവ് ഈ ശുശ്രൂഷ കേന്ദ്രം യോഗ്യമായിട്ട് കണ്ടതുകൊണ്ടാണല്ലോ അമ്മ മാതാവ് ഈ സന്ദേശം കൈമാറിയത്. അപ്പോൾ അവിടെ ആശ്രയിക്കുന്ന സത്യസന്ധമായിട്ട് ആശ്രയിക്കുന്നവർക്കെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവതീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അലറിയൊക്കെ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കത്തില്ല, റഫായിട്ട്. എൻ്റെ കാര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കൊണ്ടും ദൈവതിരുസന്നിധി പൊട്ടങ്ങളെ അഭിനയിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ചൂടാകണത്. അല്ലെന്നുണ്ടെങ്കിൽ സത്യസന്ധമായ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇവിടെ ദൈവം സമീപസ്ഥനാണ്. ഇവിടെ തന്നെയല്ല, എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോസ്തല പ്രവർത്തനമാണ് 13:22. ഭയങ്കരമായ ഒരു വചന. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാര്യം ഫസ്റ്റ് പാർട്ടിയാണല്ലോ ദാവീദ്. മനുഷ്യന് പോലും ആ മനുഷ്യനെ ഇണങ്ങത്തില്ല. പിന്നെ ഇങ്ങനെ ദൈവത്തിന് ഇണങ്ങി ഞാൻ എപ്പോഴും ചിന്തിക്കും, മനുഷ്യനെ പോലും വെച്ചാൽ എനിക്ക് ഈ ദാവീദിനോടുള്ള കലഹം എന്താണെന്ന് അറിയാമോ? എനിക്ക് ഉറിയായുടെ മരണം എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് അംഗീകരിക്കാത്തൊരു സാധനമാണ്. ഇപ്പം ബർഷീവായ ഈ മനുഷ്യൻ ബർഷീവായിട്ടൊക്കെ മോശം റിലേഷൻ ഉണ്ടായെന്നുള്ളത് ആ കാലത്തെ എത്തിക്സ് അനുസരിച്ച് കുറച്ചൊക്കെ നമുക്ക് ഡയലൂട്ട് ആകാൻ പറ്റും, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. കാര്യം വെച്ചാൽ ഈ യൂദ തന്നെ, താമർ എന്ന് പറഞ്ഞാൽ യൂദായുടെ മരുമോളെ പറ്റിയാണ്. പക്ഷെ അവിടെ റിലേഷൻ ഉണ്ടായിരുന്നത്. അപ്പം മനുഷ്യരാശി എത്തിക്സിലേക്ക് വരുന്ന ഈ പുതിയ നിയമത്തോടുകൂടിയാണല്ലോ മനുഷ്യരാശി മൊത്തമായിട്ട് എത്തിക്സിലേക്ക് വരണത്. ക്രിസ്തു കൊണ്ടുവന്ന് വെച്ച മോറൽ കോഡിലല്ലേ പിന്നീട് ലോകം വർക്ക് ചെയ്യണത്. അപ്പം
അവിടം വരെ എത്താൻ മുമ്പ് ഉണ്ടായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞാൻ അത്ര കണ്ട് വലിയ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തേയില്ലെന്നല്ല, ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യത്തില്ല. കാരണം ക്രിസ്തു വന്നിട്ടില്ലല്ലോ, അതൊക്കെ മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഈ ബെർശിബയുടെ റിലേഷനൊക്കെ ഈ രാജാക്കന്മാരുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഇത് അന്നത്തെ കാലത്ത് ഇവരൊക്കെ ഒന്നും വലിയ എത്തിക്സ് ഇല്ലാത്ത ആൾക്കാരുണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊരു സംഭവം എന്ന് പറയുന്നത് ഉറിയയാണ്. ഉറിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാതെ ഈ ബെർശിബയുടെ ഹസ്ബൻഡ്. അയാളെ ദാവീദ് യുദ്ധമുന്നണി കൊണ്ടുപോയി ബലാത്കാരമായിട്ട് കൊന്നു കളഞ്ഞു. അയാൾ ചെയ്ത തെറ്റെന്താണ്? അതൊക്കെ ഉരുക്കളുള്ള അയാളെപ്പോലെ ഈ ദാവീദിനേക്കാൾ ജസ്റ്റായിട്ടൊരു മനുഷ്യനാണ് ഈ ഉറിയ എന്ന് പറയുന്നത്. ഒന്നാമത്തെ അയാൾ ഒരു യഹൂദനല്ലെന്ന് ഓർക്കണം. ഈ ഉറിയ എന്ന് പറയുന്ന ആള് ഒരു ഹിറ്റൈറ്റാണ്, ഹിത്യനായ ഉറിയ എന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ യഹൂദനല്ല, ശരിക്കും ടർക്കിഷ് പീപ്പിളാണ് ഇയാളെ. ചില ഇൻഡോ യൂറോപ്യൻ എന്നൊക്കെ പറയുന്നത് ടർക്കിഷാണ്. എന്നിട്ട് മിഡിൽ ഈസ്റ്റിലാണ് ഇവരുടെ ഒരു ട്രൈബാണ് ഇവർ യഹൂദരല്ല. അപ്പോൾ ഈ ഉറിയായിക്ക് ഈ യഹൂദൻ്റെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയില്ല. എന്നിട്ടും സൈന്യത്തിലുള്ള ആ സൈന്യത്തോടുള്ള താൻ ചേർന്ന സൈന്യത്തോടുള്ള കൂറുകൊണ്ടാണ് ഈ മനുഷ്യൻ ദാവീദ് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുമ്പോഴും പോകാതെ പടിപ്പുരയിൽ കിടന്നുറങ്ങുന്നത്. ഞാൻ രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നത് ശരിയല്ല എന്ന എന്തോ ഒരു മനസ്സാക്ഷിയോടുകൂടിയുള്ള തീരുമാനമാണ്. ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സാവൂളിൻ്റെ കാലത്ത്, ദാവീദിൻ്റെ തന്നെ കാലത്ത് ഗോലിയാത്ത് വരുമ്പോൾ ഇസ്രയേൽക്കാർ പല ആൾക്കാരും വീട്ടിൽ പോയിരിക്കുകയായിരുന്നു, പട്ടാളക്കാർ. അവിടെ ഭാര്യമാർ പിന്നെ അവരെ വിട്ടില്ല. ആ സ്ഥലത്താണ് ഈ ഉറിയാനെ നമ്മൾ കാണുന്നത്. ഉറിയ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടും പോകാതെ തൻ്റെതല്ലാത്ത ഒരു വംശത്തിന് വേണ്ടി ഉറിയ രക്തസാക്ഷിയാകുകയാണ് ശരിക്കും. പക്ഷെ അതിന് കാരണക്കാരൻ ദാവീദാണ്. അപ്പോൾ ഞാൻ സമയത്ത് ദാവീദിനോട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പൊറുക്കാൻ തോന്നത്തില്ല. പക്ഷെ ദാവീദ് എവിടെയോ വെച്ചു ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ ആളായി മാറി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് നിങ്ങൾ എഴുതി തള്ളരുത്. ദാറ്റ് ഈസ് മൈ പോയിൻ്റ്. നിങ്ങൾ എഴുതി തള്ളരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ഏതെങ്കിലും കാലത്തൊക്കെ ഉണ്ടായി കാണും. ചിലപ്പോൾ അബോർഷനാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങൾ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുമല്ലോ ആൾക്കാർക്ക്. എല്ലാവരും എല്ലാ കാര്യത്തെക്കുറിച്ചും ഒറ്റക്കരവുള്ളവരാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും. അപ്പം ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട്, ചിലപ്പോൾ അന്നത്തെ ഒരു വൈകാരികമായ നിങ്ങളുടെ ചുറ്റുപാട് കൊണ്ട് നിങ്ങളുടെ നിന്ന് അബദ്ധങ്ങൾ പറ്റും. അപ്പം പിന്നീട് നിങ്ങൾ ഓർക്കും, അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ അബദ്ധങ്ങൾ പറ്റിയല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോലും യോഗ്യനല്ല, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം കേൾക്കാൻ. പല മനുഷ്യരും എനിക്ക് തോന്നിയിരിക്കണമെങ്കിൽ അറിയാവും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കാൻ പോണ, ഇങ്ങനെ പറയണ കുറേ മനുഷ്യൻ കണ്ടുണ്ട്. ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച അതിനല്ലേ. അതിനാണ് ഈ അച്ഛന്മാർ, അതുപോലെ തന്നെ പാസ്റ്റർമാർ, ഏജൻസികൾ, പ്രാർത്ഥന ഏജൻസികൾ ജനങ്ങൾ വെക്കണത്. ജനങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് കുറവാണ് അങ്ങനെ ചെയ്യണത്. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നത് എൻ്റെ മക്കൾ സ്വയമായിട്ട് ബലം പ്രാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ എത്ര കൊള്ളരുതാത്തവനാണെന്ന് നീ അസസ് ചെയ്താലും ദൈവം അസസ് ചെയ്യാത്തടത്തോളം കാലം നീ എന്തിനാണ് നിന്നെ വിധിക്കണത്? ദാവീദ് ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചിട്ട് ദാവീദ് പറയണത്, എൻ്റെ ജെസ്സയുടെ മക്കളിൽ ദാവീദ് എൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിരുന്നു. അതിനൊരു കാര്യമുണ്ട്, ദാവീദിനും അതിൻ്റെ ഒരു പങ്കുണ്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ ആരും പറയാത്തൊരു കാര്യം ദൈവത്തോട് പറഞ്ഞു. ഇവൻ ഇത് പാപം ചെയ്തു കഴിഞ്ഞപ്പോഴേ അവൻ ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ പറ്റണില്ല, എനിക്ക് നിന്നെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഒരു വിഷയമായിപ്പോയത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഐ മിസ് യു എന്ന് പറയത്തില്ലേ, അതുപോലെ ദാവീദ് ദൈവത്തോട് പറഞ്ഞ് പാപമല്ല പ്രശ്നം, ഐ മിസ് യു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്.
എൻ്റെ പാപത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. ആ പാപത്തിൻ്റെ വിഷയങ്ങൾ കാരണം ഐ മിസ് യു, എനിക്ക് നിന്നെ കൈമോശം വരുന്നു, നഷ്ടപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ ചങ്കെ കൊണ്ടുവരുന്നുണ്ട് ഈ സംഭവം. ദാവീദ് എപ്പോഴാണ് നിങ്ങൾ ചോദിക്കും, പിന്നെ ദാവീദ് അങ്ങനെ മിസ് യു എന്നൊക്കെ പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ ദാവീദ് പറഞ്ഞു, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഞാൻ ഇങ്ങനെ ഒരു പോക്ക് കേസാണ്, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചത് തന്നെയാണ്, ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിയ ഞാൻ പിന്നെ ഇല്ല. അപ്പോൾ എന്നേക്കാളും അവനേക്കാളും ദൈവത്തോടുള്ള ബന്ധത്തിന് ഇവന് ഇതാണ് ദാവീദിൻ്റെ അനുതാപം എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഇണങ്ങിയത്, ദൈവത്തിൻ്റെ മനസ്സ്. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഉടമ്പടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഉടമ്പടി ജപ്റ്റ് മാറാൻ, ഉടമ്പടി ജോലി കിട്ടാൻ, ഉടമ്പടി വിവാഹം നടക്കാൻ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ എന്താ പറയണത്, ഉടമ്പടിക്ക് വേണ്ടി തന്നെയാണ്. എന്താണ് കാര്യം, ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നത് തന്നെയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അപ്പോൾ ദൈവത്തെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു മാനസികാവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.